വിദ്യാധിരാജ ശ്രീ ചട്ടമ്പി സ്വാമികളുടെ ജീവകാരുണ്യ നിരൂപണത്തിലെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് നാം കടക്കുകയാണ്. മനുഷ്യൻ്റെ പരമോന്നത ലക്ഷ്യം പരിപൂർണമായ അഹിംസകനാകുക എന്നുള്ളതാണ്. ഇവിടെ ചട്ടമ്പി സ്വാമികൾ അഹിംസ പിന്തുടരുന്ന ഒരുത്തനെ വിളിക്കുന്നത് അഹിംസകൻ എന്ന പേരിലാണ്. അപ്പോൾ നമുക്കെല്ലാം അഹിംസകനാകേണ്ടിയിരിക്കുന്നു. ഇതാണ് ചട്ടമ്പി സ്വാമികൾ പറയുന്നത്. പരിപൂർണ അഹിംസകനാക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യ നിമിഷം എന്ന് വരെ ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ പരിപൂർണ അഹിംസകനാകാൻ പറ്റുക എന്ന് ചട്ടമ്പി സ്വാമികൾ ഭാരതീയ ഋഷി പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. അഹിംസോ പരമധർമ്മ എന്നാണ്. പരമമായ ധർമ്മമാണ് അഹിംസ. അഹിംസ ജീവിതത്തിൻ്റെ മഹാധർമ്മമാണ് എന്ന് നമ്മുടെ ഇതിഹാസങ്ങൾ പറയുന്നു. നോക്കൂ, അഹിംസകനെന്ന ഉന്നത ബിരുദം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഏവനും ഓരോ ജീവരാശിയിലും ഹിംസകളെ ഉപേക്ഷിച്ച് വേഗത്തോടുകൂടി കടന്നു പോകേണ്ടതായി തന്നെ ഇരിക്കുന്നു. ഇപ്രകാരം കടന്നു പോകുന്നവരിൽ 3-4 പടികളിലേക്ക് കടന്നുപോയവരാണ് സസ്യഭുക്കുകൾ. അപ്പോൾ 3-ാമത്തേതോ 4-ാമത്തെയോ പടിയിൽ എത്തിച്ചേർന്നവരെയാണ് സസ്യഭുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാംസഭുക്കിൽ നിന്ന് 4-ാമത്തെ പടിയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് സസ്യഭുക്കായി തീരുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ അടുത്ത പടി എന്താണെന്ന് ഒരു ചോദ്യമുണ്ടാകാം. സസ്യഭക്ഷണത്തിലും ഹിംസയുണ്ടെന്നുള്ള അറിവിൻ്റെ പൂർണ്ണതയും അതിൽ നിന്ന് വിരമിക്കാനുള്ള ശക്തിയും അത്യുത്സാഹാനുഷ്ഠാനങ്ങളും കൊണ്ട് അവർ കേവലം ഉണങ്ങി വീഴുന്ന ഇലകളെയും ശുഷ്കഫലങ്ങളെയും ആഹരിച്ചും അതിലും ഹിംസയുണ്ടെന്ന് കണ്ട് കേവലം ജലത്തെ മാത്രം ആശ്രയിച്ചും അതിലും ജീവിക്ക് അപ്പോൾ അവിടെയും ഹിംസ വെളിവാകുമല്ലോ എന്ന് കരുതി അനന്തരം വായുവിനെ മാത്രം ആഹാരം ചെയ്ത് ജീവിക്കും. ഈ നിലയിലെത്തുമ്പോഴാണ് അവരെ യോഗികൾ എന്ന് പറയുന്നത്. വായുഭക്ഷണത്തിലും ഹിംസയെ ഭയന്ന് അതിൽ നിന്നും വിരമിക്കുന്നതിനുള്ള ശക്തിയെ അതിലിരുന്നു കൊണ്ട് സമ്പാദിച്ചു കഴിഞ്ഞാൽ പ്രാണനെ അടക്കി വിചാരരൂപേ ജ്ഞാനസമാധിയെ ആശ്രയിച്ച് ഒരു യോഗി ജീവിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അത്യുന്നതമായ അവസ്ഥ എന്ന് പറയുന്നത് ജ്ഞാനസമാധിയാണ്. ഈ ജ്ഞാനസമാധിയിൽ വായുവിനെ പോലും നിരോധിച്ച് കുംഭകം ചെയ്ത് യോഗി ജ്ഞാനസമാധിയെ പ്രാപിക്കുന്നു. നമ്മുടെ സകല മതാചാര്യന്മാരും ഒന്നുപോലെ ഘോഷിക്കുന്നതും വേറൊന്നിനാൽ താനും തന്നാൽ വേറൊന്നും ഹിംസിക്കപ്പെടുക എന്നുള്ള നിലയെ അതിക്രമിച്ചതുമായ മോക്ഷമെന്ന ആ പരമാനന്ദ പദത്തെ പ്രാപിക്കുകയും അതോടുകൂടി തന്നെ പരിപൂർണ അഹിംസകൻ ആയിത്തീരുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മുടെ പൂർവികരായ മഹാന്മാർ അഹിംസയെപ്പറ്റി ഉപദേശിച്ചുള്ളതും അനുഷ്ഠിച്ചുള്ളതും. ഈ വാസ്തവ തത്വത്തെ മനസ്സിലാക്കാതെ മഹാഭാവ നിജ വാസനയാൽ വിഴുങ്ങപ്പെട്ട് കിടക്കുന്ന ചില മാംസപ്പൊക്കുകൾ ചെടികൾക്ക് ജീവനുള്ളതുകൊണ്ട് അവയെ ഭക്ഷിക്കുന്നവരും ഞങ്ങളെപ്പോലെ ഹിംസകന്മാരാണെന്നും അഹിംസ ആവശ്യമില്ലാത്തതാണെന്നും ചില ദുർന്യായങ്ങളെ പ്രഖ്യാപിച്ചു എന്ന് വരാം. അതിനെ തീരെ വകവയ്ക്കാതെ പറഞ്ഞ പ്രകാരം അനുഷ്ഠിച്ചാൽ നമുക്ക് സ്വാതന്ത്ര്യത്തെ പ്രാപിക്കാൻ കഴിയും എന്നാണ് പറയുന്നത്.
ചട്ടമ്പിസ്വാമികൾ തുടർന്ന് പറയുന്നത് സഹജീവികളുടെ സംരക്ഷണം മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുന്നത്. സഹജീവികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്കൊരിക്കലും മാറി നിൽക്കാനാവില്ല എന്നാണ് ചട്ടമ്പിസ്വാമികൾ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹജീവികളുടെ സംരക്ഷണം. നമ്മുടെ ചുമതലയിൽപ്പെട്ടതാണ്, നമ്മുടെ കടമകളിൽപ്പെട്ടതാണ്. മഹാന്മാരുടെ ഈ വാക്കുകളിൽ നിന്ന് നാം അറിയേണ്ടത് പ്രകൃതിയെ അനുസരിച്ചുള്ള മനോവൃത്തിയെ പിന്തുടരുന്നത് മൃഗങ്ങളുടെ സ്വഭാവമെന്നാണ്. അത് ഏത് മൂടനും സാധിക്കുന്നതുമാണ്. അതിനെ എതിർത്തുകൊണ്ട് മുൻപോട്ട് കയറിയവരാണ് ലോകത്തിലെ ഏറ്റവും കീർത്തിമാന്മാരായി തീർന്നുള്ളത്. നാം അതിനെ അനുവർത്തിച്ച് വരുന്നു എന്നുള്ളതും പ്രകൃതി പ്രത്യക്ഷമാണ്. മാതാവ്, സോദരി, ഭാര്യ, അന്യസ്ത്രീ, ഈ വ്യത്യാസങ്ങളെ നാം നിയമേന അനുഷ്ഠിച്ചു വരുന്നുണ്ടല്ലോ. അതിന് കവിഞ്ഞ മനക്ഷോഭം കൂടാതെ സൂക്ഷിക്കുന്നില്ലയോ? ഇതിന് വിപരീതമായി അത് അനുഷ്ഠിക്കുന്നവരുടെ കഷ്ടതകളെ നാം കാണുന്നുണ്ടല്ലോ. മൃഗവർഗങ്ങളിൽ ഇതൊന്നും തന്നെ കാണുന്നില്ല. ഇതുകൊണ്ട് തന്നെ പ്രകൃത്യാ പ്രവർത്തിക്കുന്ന മനോവൃത്തിയെ തടയേണ്ടത് മനുഷ്യ സ്വഭാവമാണെന്നും അതിനെ തന്നെയാണ് മനുഷ്യന് അനുഷ്ഠിക്കേണ്ട കാര്യമെന്നും വ്യക്തമാവുന്നു. അപ്പോൾ പ്രകൃതിയുടെ നിയമത്തിനെ മനോവൃത്തിയെ ഒരിക്കലും പിന്തുടരരുത്. ഏത് മൃഗങ്ങൾക്കും പ്രകൃതിയുടെ നിയമമനുസരിച്ച്, പ്രകൃതിയുടെ മനോവൃത്തി അനുസരിച്ച് പെരുമാറാനൊരു പ്രയാസവുമില്ല. മനുഷ്യൻ പ്രകൃതിക്ക് അതീതനായി, പ്രകൃതിയുടെ നിയമങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കണം. അതിനാണ് മനുഷ്യന് ബോധം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യൻ പ്രകൃതിയുടെ ആ മനോവൃത്തിയെ തടയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രകൃതി അനുസരിച്ച്, നമുക്ക് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നാം ഒരിക്കലും പ്രവർത്തിക്കരുത്. അത് എല്ലാ മൃഗങ്ങളും ചെയ്യുന്നതാണ്. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നു. പക്ഷേ മനുഷ്യൻ ഈ പ്രകൃതിയുടെ മനോവൃത്തികളെ തീർച്ചയായിട്ടും അതിലംഘിക്കുക തന്നെ വേണം. പ്രകൃതി എന്താണോ പറയുന്നത് അതിന് നേരെ വിപരീതമായിട്ട്, അതായത് പ്രകൃതിയുടെ മനോവൃത്തിക്ക് എതിരായിട്ടാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് സെക്സിനെ പറ്റി തന്നെ പറയാം. സെക്സ് പ്രകൃതിയുടെ ഒരു മനോവൃത്തിയാണ്. എല്ലാ ജീവജാലങ്ങളിലുള്ളതാണ് സെക്സ്. പക്ഷേ ഈ സെക്സിന് അടിമപ്പെട്ട് തന്നെ ജീവിച്ചാൽ അത് പ്രകൃതിയുടെ മനോവൃത്തിക്ക് അടിമപ്പെട്ട് ജീവിക്കലായിരിക്കും. അതിനെ അതിജീവിക്കണം. ഇതിനെ തന്നെയാണ് ഡിവൈൻ എനർജിയാക്കി മാറ്റുന്നതും. അതും കൂടെ അതിന് മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ പ്രകൃതിയുടെ മനോവൃത്തിയായ സെക്സിനെ ശരിക്കും ഒരു ഡിവൈൻ എനർജിയായിട്ട്, ഒരു കോസ്മിക് എനർജിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വളർത്താൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു പരിവർത്തനം മാനസികമായ അല്ലെങ്കിൽ ശാരീരികമായ പ്രേമത്തെ ദിവ്യമായി പ്രേമമായി ഉയർത്താൻ കഴിയണം. അങ്ങനെ ദിവ്യമായ പ്രേമത്തിൻ്റെ തലത്തിലേക്ക് ആ പ്രകൃതിയുടെ മനോവൃത്തിയായ പ്രേമമെന്ന ആ ശാരീരിക ബന്ധത്തെ ശരിക്കും ദിവ്യമായ പ്രേമമായി ഉയർത്തുമ്പോൾ ആ ദിവ്യപ്രേമം തന്നെ മനുഷ്യനെ മോക്ഷത്തിലേക്ക് നയിക്കും. അപ്പോൾ പ്രകൃതിയുടെ മനോവൃത്തിക്ക് എതിരായിട്ടും പ്രകൃതിയുടെ മനോവൃത്തിയെ അതിലംഘിച്ചും വിജയിച്ചും വേണം മനുഷ്യൻ അതിനെ ഒരു ഡിവൈൻ എനർജിയാക്കി മാറ്റേണ്ടത് എന്നാണ് ഇവിടെ ചട്ടമ്പിസ്വാമികൾ പ്രധാനമായിട്ടും പറയുന്നത്. അദ്ദേഹം പിന്നീട് എല്ലാ മതങ്ങളും അഹിംസയിൽ അധിഷ്ഠിതമാണ് എന്ന് വിവരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതായത് എല്ലാ മതങ്ങളിലും, ഹിന്ദു മതത്തിലായിക്കോട്ടെ, ജൈന മതത്തിലായിക്കോട്ടെ, ബുദ്ധമതത്തിലായിക്കൊള്ളട്ടെ,
ക്രിസ്തു മതത്തിലായിക്കോട്ടെ, ഏത് മതം എടുത്തു നോക്കിയാലും അതിൻ്റെ എല്ലാം അടിസ്ഥാനമായ ഘടകങ്ങൾ ശരിക്കും അഹിംസയാണ് എന്ന് ചട്ടമ്പിസ്വാമികൾ സ്ഥാപിക്കുന്നുണ്ട്. ഇതാണ് ഈ കൃതിയിലെ ജീവകാരുണ്യ നിരൂപണത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ മനുഷ്യനെന്ന ആ ദിവ്യ ജീവി ശരിക്കും ദിവ്യമായ പ്രേമത്തിൽ അധിഷ്ഠിതമായി സഹജീവികളെ സംരക്ഷിക്കാനുള്ള ചുമതല ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ചട്ടമ്പിസ്വാമികൾ ഈ കൃതിയിൽ വിശദമാക്കുന്നത്. ഓം ശിവായ നമഃ.